നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നേരിമംഗലം വനം മേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 8-ന് കൺവെൻഷൻ വിളിച്ചു ചേർക്കും. സാമൂഹ്യവിരുദ്ധരെ കൊണ്ട് ജീവിതം വഴിമുട്ടി ഓട്ടോ തൊഴിലാളിയും കുടുംബവും. രാജക്കാട് കൊച്ചുമുല്ലക്കാനത്ത് ചൂഴിക്കരയിൽ രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 10-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി പാർക്കിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. വനം വകുപ്പും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തി. പുലർച്ചെ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറയുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 85 നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതിയെ ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം ഹൈക്കോടതിയെ ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട തുടർ സമരത്തിന് ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനമെടുത്തിട്ടുള്ളതെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ ഈ മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രികളിലേക്ക് പോകുന്ന ആളുകൾക്ക് അതിന് പോകാൻ കഴിയുന്നില്ല. വളരെ രോഗി വഴി പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും ഗുരുതരാവസ്ഥയിലായി ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുള്ളത്. ഇപ്പോഴും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ച് മാറ്റാൻ ആ റോഡിൻ്റെ പണി തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 8-ാം തീയതി, ജനുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ വീണ്ടും ജനറൽ ബോഡി യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ അടുത്ത സമരമാർഗങ്ങൾ സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രശ്ന പരിഹാരം കാണും വരെ തുടർ സമര പരിപാടികൾ നടത്തുവാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. പ്രശ്നത്തിൽ സമാന താല്പര്യമുള്ള എല്ലാവരെയും കൈകോർക്കുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി വ്യക്തമാക്കി. വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്ത് നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റു ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുന്നോട്ടു പോകുമ്പോഴും ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടത്തേണ്ട ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്. സിറ്റിവിഷൻ, അടിമാലി. സാമൂഹ്യവിരുദ്ധരെ കൊണ്ട് ജീവിതം വഴിമുട്ടി ഓട്ടോ തൊഴിലാളിയും കുടുംബവും. രാജക്കാട് കൊച്ചുമുല്ലക്കാനത്ത് ചൂഴിക്കരയിൽ രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഓട്ടോറിക്ഷയ്ക്ക് തീയിടുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. SP-യും മുഖ്യമന്ത്രിയും അടക്കം രാജേഷ് ഇനി പരാതി നൽകാനും ഒരിടവും ബാക്കിയില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നീതി തേടി അലയുകയാണ് മുല്ലക്കാനത്തെ ചൂഴിക്കരയിൽ രാജേഷ് എന്ന ഓട്ടോ തൊഴിലാളി. കടം വാങ്ങിയും CC-ഇട്ടും എടുത്ത 3 ഓട്ടോറിക്ഷകളാണ് സാമൂഹ്യ വിരുദ്ധർ ഒന്നിനു പിറകെ ഒന്നായി അഗ്നിക്കിരയാക്കിയത്. ഓരോ തവണയും പരാതി നൽകും. പോലീസ് അന്വേഷണം നടത്തും. എങ്ങും എത്താതെ അവസാനിപ്പിക്കും. ആദ്യ ഓട്ടോ കത്തിച്ചപ്പോൾ പോലീസ് നിർബന്ധിച്ച പരാതി പിൻവലിച്ചു. പിന്നീടും ആവർത്തിച്ചതോടെ ഇടുക്കി SP-ക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി. ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമറ്റ് ധരിച്ച് കുട ചൂടിയെത്തിയയാൾ ഓട്ടോ തീയിട്ട് നശിപ്പിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്.
പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും പോലീസ് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് രാജേഷിന്റെ ആരോപണം. പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും പണത്തിന്റെ സ്വാധീനവുമുള്ളതായി സംശയിക്കുന്നുവെന്നും രാജേഷ് പറയുന്നു. എൻ്റെ വാഹനം 3 തവണയായി കത്തിപ്പോയിട്ടുണ്ട്. ആരോ തീ വെച്ച് മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. 3 തവണയും രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്ത് അവർ അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണം നിലവിൽ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. അവസാനം കഴിഞ്ഞ 17-ാം തീയതി ഡിസംബർ 17-ന് രാത്രി 1:30 എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിക്കുകയും അത് CCTVയിൽ പതിയും ചെയ്തിട്ടുള്ളതാണ്. ആ CCTV ഫുട്ടേജ് വരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടും ആ തെളിവുകളൊന്നും മതിയായ തെളിവുകളല്ല എന്നും പറഞ്ഞ് അന്വേഷണം ഇങ്ങും എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആദ്യം ഒരാഴ്ചയെ കൊണ്ടൊക്കെ നല്ല രീതിക്ക് അന്വേഷണം മുമ്പോട്ട് പോയാണ്. പിന്നെ ഏതോ ഞാൻ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന ആളുകളിൽ നിന്ന് രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ കൈപ്പറ്റിക്കൊണ്ട് അവർ അന്വേഷണം അട്ടിമറിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയാൽ തിരിച്ചുപോയെന്ന് കരുതുന്ന ബൈക്കിനെ സംബന്ധിച്ചും സൂചനകളുണ്ടെന്നാണ് രാജേഷ് പറയുന്നത്. പക്ഷേ സമീപത്തുള്ള CCTVകൾ പരിശോധിക്കുന്നതിനോ വാഹനം കണ്ടെത്തുന്നതിനോ പോലീസ് ഒരുവിധ നടപടിയും സ്വീകരിച്ചില്ല. എന്നിട്ടും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്ന് രാജാക്കാട് പോലീസ് SP-ക്ക് റിപ്പോർട്ട് നൽകി. ഏക വരുമാനം നിലച്ചതോടെ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ദുരിതത്തിലാണ് രാജേഷും കുടുംബവും. എനിക്ക് ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും എനിക്കുമൊക്കെ മരുന്ന് മേടിക്കാനും ഒക്കെയുള്ള സാമ്പത്തികം പോലും ഇല്ലാത്ത വളരെ കഷ്ടപ്പാടിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനം തിരിച്ചു കിട്ടുന്നതിനായി സ്റ്റേഷനെ സമീപിച്ചപ്പോൾ അതുപോലും തിരിച്ചു തരുന്ന മുടക്കുള്ള ഒരു നടപടി പോലും സ്റ്റേഷനിൽ നിന്ന് കൈക്കൊണ്ടിട്ടില്ല. എന്നെ വളരെയധികം ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. എത്രയും വേഗം ഈ പ്രതിയെ കണ്ടെത്തി എനിക്ക് ഉചിതമായ സഹായം നൽകണമെന്നാണ് എൻ്റെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ആളുകളെ പോലും ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാജേഷ്. സിറ്റി വിഷൻ, രാജാക്കാട്. 7 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച യുവതി മുട്ടം പോലീസിന്റെ പിടിയിൽ. പത്തനംതിട്ട പ്രക്കാന സ്വദേശിനി 42-കാരിയായ സുജാതയാണ് മുട്ടം പോലീസിന്റെ പിടിയിലായത്. മുട്ടം സ്വദേശി കുളങ്ങരയിൽ വീട്ടിൽ രാജേഷിന്റെ വീട്ടിൽ നിന്നുമാണ് മോഷണം നടത്തിയത്. ഡിസംബർ 25-ാം തീയതിയാണ് മോഷണം നടന്നത്. വീട്ടുജോലിക്ക് എത്തിയതായിരുന്നു സുജാത. കഴിഞ്ഞ ഏതാനും നാളുകളായി മുട്ടം തോട്ടുംകരയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ച് സുജാതയുടെ താമസ സ്ഥലത്തു നിന്നും കണ്ടെടുത്തു. മുട്ടം പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ റോയ് NS, സാൻഡിമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ ഗഫൂർ, സിവിൽ പോലീസ് ഓഫീസർ ദേവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വീട്ടമ്മയായ യുവതിയുടെ കൊലപാതകം പ്രതിക്കായ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഉപ്പുതറ MC കവലയിൽ വീട്ടമ്മയായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊല്ലപ്പെട്ട രജനിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയിൽ തന്നെ സംസ്കരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഉപ്പുതറ MC കവലയിൽ വീട്ടമ്മയായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഉപ്പുതറ മത്തായിപ്പാറ MC കവലയ്ക്ക് സമീപം മലേക്കാവിൽ രജനിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയിൽ തന്നെ സംസ്കരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഇന്നലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം പുറംലോകം അറിയുന്നത്. ഉപ്പുതറ മത്തായിപ്പാറ MC കവലയ്ക്ക് സമീപം മലേക്കാവിൽ സുബിൻ എന്ന രതീഷിന്റെ ഭാര്യ രജനിയാണ് രക്തം വാർന്ന് മരിച്ചത്. ചൊവ്വാഴ്ച പകലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. തലയ്ക്ക് ഇരുമ്പ് വണ്ടി കൊണ്ടുള്ള അടിയേറ്റുണ്ടായ മുറിവാണ് രക്തം വാർന്ന് മരിക്കാൻ ഇടയായതെന്നാണ് സൂചന. ഇന്ന് രാവിലെ തന്നെ വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, സയന്റിഫിക് എക്സ്പെർട്സ് എന്നിവരുടെ പരിശോധനകൾ ആരംഭിക്കുകയും തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി 12 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സംഭവത്തിന് ശേഷം ഭർത്താവ് രതീഷ് ഒളിവിൽ പോകുകയും ചെയ്തു. സുബിനും ഭാര്യ രജനിയുമായി കുടുംബകലഹം പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് പലതവണ പോലീസിൽ കേസും ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഇടപെട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. തമ്മിൽ വഴക്കിട്ട ശേഷം പിണങ്ങി കുടുംബ വീട്ടിൽ പോയിരുന്ന രജനി 1 മാസം മുമ്പാണ് തിരിച്ചെത്തിയത്. ഇതിനുശേഷവും കലഹം പതിവായിരുന്നു. ചൊവ്വാഴ്ച രജനി ബാങ്കിലെ ആവശ്യമുണ്ടായിരുന്നതിനാൽ പണിക്ക് പോയിരുന്നില്ല. ഇഞ്ചിമല കരിമ്പറമ്പിൽ കുഞ്ഞൂഞ്ഞൂട്ടി രമണി ദമ്പതികളുടെ മകളാണ് മരിച്ച രജനി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇഞ്ചിമലയിലെ രജനിയുടെ വീട്ടിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. പീരുമേട് DYSP വിശാൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സിറ്റി വിഷൻ ന്യൂസ്, ഉപ്പുതറ. കേരള
കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 10-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന് കിഴക്കൻ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള 48 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി കടലിനു മുകളിൽ മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. മധ്യകിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ജനുവരി 9, 10 തീയതികളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനുവരി 10-ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഇടുക്കി പാർക്കിൽ കടുവയിറങ്ങിയതായി അഭ്യൂഹം. വനംവകുപ്പും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിന് സമീപമുള്ള പാർക്കിലാണ് കടുവയിറങ്ങിയതായി പറയുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടി മലപ്പുറത്തു നിന്നും കുമളിയിലേക്ക് ചരക്കുമായി പോയ ലോറിയിലെ ഡ്രൈവർ മലപ്പുറം സ്വദേശി റിൻഷാദ് കടുവയെ കണ്ടതായി പാർക്കിലെ സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചു. തന്റെ വാഹനത്തിന്റെ മുമ്പിൽ കൂടി കടുവ പാർക്കിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. സെക്യൂരിറ്റി ഗാർഡ് വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടുക്കി പോലീസും സ്ഥലത്തെത്തി ആദ്യഘട്ട പരിശോധന നടത്തി. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് മേഖലയിൽ പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. 2 മണിക്ക് റിൻഷാദ് എന്ന് പറയുന്നത് മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹം കുമളിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയായിട്ട് ലോഡുമായിട്ട് പോകുന്ന വഴിക്കായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് കടുവയ്ക്ക് സാമാന്യമല്ല ഒരു മൃഗം കടന്നു പോകുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അത് പ്രകാരം അവിടുത്തെ സെക്യൂരിറ്റി, ഇടുക്കി പാർക്കിലെ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞനുസരിച്ച് അവിടുന്ന് നമ്മൾ റേഞ്ച് ഓഫീസറും ബേസ്മെൻറ്റ് റേഞ്ച് ഓഫീസറും സ്റ്റാഫും എല്ലാവരും കൂടെ വന്ന് പരിശോധന നടത്തി. കൂട്ടത്തിൽ ഇടുക്കിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജീവനക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ ഒരു ഡ്രോണൊക്കെ ഉപയോഗിച്ചൊരു പരിശോധനയൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങൾ പല ടീമായിട്ട് കയറി പാർക്കിൻ്റെ ഏരിയ എല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. നിലവിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. പഗ് മാർക്കുകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇതാണ് നിലവിൽ എന്താണെന്ന് ജീവി ഉണ്ടെന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് പരിസര പ്രദേശങ്ങളിൽ പരിശോധിച്ചിട്ടും കടുവയുടെ കാൽപ്പാടുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ പല മേഖലകളിലും പുലിയിറങ്ങിയതായി കഴിഞ്ഞ ദിവസങ്ങളിലും അഭ്യൂഹം പരന്നിരുന്നു. എന്നാൽ ഇത് പൂച്ചപ്പുലിയാണെന്നാണ് പിന്നീട് സ്ഥിരീകരണമുണ്ടായത്. ഇടുക്കി പാർക്കിന്റെ പരിസരത്ത് കടുവയെ കണ്ടെന്ന അഭ്യൂഹം പരന്നതോടുകൂടി മേഖലയിൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. സിറ്റി വിഷൻ ഇടുക്കി. കാർഷികം. വിളവെടുപ്പ് ആരംഭിച്ചതോടെ കാപ്പിക്കുരുവിന്റെ വിലയിൽ ഇടിവ്. 2 മാസത്തിനിടെ 1 കിലോ റോബസ്റ്റ കാപ്പിക്കുരുവിന്റെ വില 50 രൂപയും കാപ്പിപ്പരിപ്പിന്റെ വില 75 രൂപയും കുറഞ്ഞു. വിളവെടുപ്പിന് സമയത്ത് തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. തൊഴിലാളികൾക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന കൂലിയും ചെറുകിട കർഷകരെ വെട്ടിലാക്കുന്നു. രണ്ട് മാസം മുമ്പ് റോബസ്റ്റ കാപ്പിക്കുരുവിന് 240 രൂപയായിരുന്നത് ഡിസംബർ അവസാനമായപ്പോൾ 190 രൂപയായും കാപ്പിപ്പരിപ്പിന് 2 മാസം മുമ്പുണ്ടായിരുന്ന 450 രൂപ 375 രൂപയായുമാണ് കുറഞ്ഞത്. 2021 ഡിസംബറിൽ കാപ്പിക്കുരുവിന് വില 80 രൂപയും പരിപ്പിന് 140 രൂപയുമായിരുന്നു. 2022 കാപ്പിക്കുരു വില 93 രൂപയും പരിപ്പ് വില 175 രൂപയുമായി. 2024 കാപ്പിക്കുരുവിന്റെ വില 222 രൂപയും പരിപ്പിന് വില 395 രൂപയുമായി ഉയർന്നു. ജില്ലയിൽ കാപ്പി കൃഷി ചെയ്യുന്ന 150ഓളം വൻകിട എസ്റ്റേറ്റുകളും 20,000-ഓളം ചെറുകിട കർഷകരുമാണുള്ളത്. സീസണിൽ ഒറ്റത്തവണ ലഭിക്കുന്ന വിളവിനെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ ദുരിതത്തിന് വർഷങ്ങളായി മാറ്റമുണ്ടാകുന്നില്ല. ദിവസം 800 രൂപയിലധികം കൂലി നൽകിയെങ്കിൽ മാത്രമേ കാപ്പിക്കുരു വിളവെടുപ്പിന് ഉൾപ്പെടെ തൊഴിലാളികളെ ലഭിക്കുകയുള്ളൂ. എല്ലാ സമയത്തും പണിയില്ലാത്തതിനാൽ ചെറുകിട കർഷകരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ യഥാസമയം തൊഴിലാളികളെ ലഭ്യമാകാനും ബുദ്ധിമുട്ടാണ്. ഇവരെത്തിയാലും ഉൽപ്പന്നത്തിന്റെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കർഷകർക്ക് നഷ്ടം മാത്രമാണ് മിച്ചം. അതിനാൽ സ്വന്തമായി വിളവെടുക്കുന്ന കർഷകരുമുണ്ട്. പലരും അതിഥി തൊഴിലാളികളെ എത്തിച്ചാണ് വിളവെടുപ്പ് നടത്തുന്നത്. വിളവെടുപ്പ് വൈകിയാൽ കാപ്പിക്കുരു പഴുത്ത് പക്ഷികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുമ്പോൾ കർഷകർ നിസ്സഹായരാണ്. മുൻവർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റു കാരണങ്ങളും കാപ്പിയുടെ ഉൽപാദനത്തെ സാരമായി ബാധിച്ചിരുന്നു. ഇത്തവണ ഭേദപ്പെട്ട വിളവുണ്ടെങ്കിലും വിലയിൽ ഇടിവുണ്ടാകുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുകയാണ്.
സിറ്റി വിഷൻ അടിമാലി. ഉടുമ്പൻചോല തിരിച്ചുപിടിക്കുവാൻ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കോൺഗ്രസ്. വിജയസാധ്യത കണക്കാക്കുവാൻ ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ട് AICCക്ക് സമർപ്പിച്ചപ്പോൾ പ്രഥമ പരിഗണനയിൽ 3 പേരുകളാണ് ഉയർന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. KPCC സെക്രട്ടറി MN ഗോപി, UDFന്റെ മുൻ സ്ഥാനാർത്ഥി സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ത്രികോണ മത്സരം നടന്ന 2016 അപേക്ഷിച്ച് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി EM ആഗസ്റ്റ് പരാജയപ്പെട്ടത്. 2 തവണയും MM മണിയായിരുന്നു എതിരാളി. 2016 LDFനും UDFനുമൊപ്പം BDJS സ്ഥാനാർത്ഥി വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഇതിനാൽ തന്നെ അന്ന് നേരിയ ഭൂരിപക്ഷത്തിലാണ് LDFന് വിജയിക്കുവാനായത്. എന്നാൽ കഴിഞ്ഞ തവണ സ്ഥിതി മാറി. LDFും UDFും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 38,305 വോട്ടുകൾക്ക് MM മണി വിജയിച്ചു. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്. പ്രഥമ പരിഗണന നൽകുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളിൽ KPCC സെക്രട്ടറി MN ഗോപിയാണ് മുമ്പിൽ. ഭൂവിഷയങ്ങളും വനം വന്യജീവി ആക്രമണ വിഷയങ്ങളിലും എടുത്ത നിലപാടുകൾ ഗോപിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സംഘടന ദുർബലപ്പെട്ട മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം 2016 MM മണിയോട് പരാജയപ്പെട്ട സേനാപതി വേണുവിന്റെ പേരും പ്രഥമ പരിഗണനയിലുണ്ട്. KPCC മീഡിയ വക്താവ് എന്ന നിലയിൽ മുൻ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റൊരു പേര് ഉയർന്നു വരുന്നത് DCC വൈസ് പ്രസിഡന്റായ KS അരുണിന്റേതാണ്. ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിലടക്കം ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. എന്താണെങ്കിലും മണ്ഡലം ഏതു വിധേയനെയും തിരിച്ചുപിടിക്കുവാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് കോൺഗ്രസ് നേതൃത്വം. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ നൽകിയതായി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. ദേശീയപാത വിഭാഗമാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുക നൽകിയത്. അടിമാലി മണ്ണിടിച്ചിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമായതിനാൽ തന്നെ തുക നൽകുന്നതിൽ ചില പരിമിതികളുണ്ട് എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. ബിജു മരിച്ചതിന് ധനസഹായം നൽകാൻ നിയമ തടസ്സമുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തമായതിനാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം തുക നൽകാനാവില്ല. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാവണം. സന്ധ്യയുടെ ചികിത്സയ്ക്ക് മമ്മൂട്ടി ഫൗണ്ടേഷൻ 3 ലക്ഷം രൂപയോളം മുടക്കിയതായി അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ഈ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നം, ഇത് ഒരു നാച്ചുറൽ, ഒരു പ്രകൃതിദത്ത ദുരന്തമല്ല. ഇത് ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഒരു മനുഷ്യനിർമ്മിത ഒരു ദുരന്തം ആയതുകൊണ്ട് അതിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ നമുക്ക് തുക നൽകുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇത് പരിഗണിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. സന്ധ്യയുടെ മകൾക്ക് ജോലി നൽകുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലാണ്. സിറ്റി വിഷൻ ഇടുക്കി. രാജമലയിൽ വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചു. രാജമലയിൽ ടൂറിസം സോണിൽ പുതുതായി പിറന്ന 3-ലധികം കുഞ്ഞുങ്ങളെ വനപാലകർ കണ്ടെത്തി. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ ഉദ്യാനം അടച്ചിടുമെന്നാണ് വിവരം.
വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമലയിൽ വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചു. രാജമലയിലെ ടൂറിസം സോണിൽ പുതിയതായി പിറന്ന 3-ലധികം കുഞ്ഞുങ്ങളെ വനപാലകർ കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ജനുവരി ആദ്യവാരം തന്നെ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി 14-നാണ് രാജമലയിൽ പുതിയതായി പിറന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ഈ സീസണിലെ വരയാടുകളുടെ പ്രജനനകാലം തുടങ്ങിയതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാൽ വരയാടുകളുടെ പ്രജനനകാലം സുഗമമാക്കുന്നതിനായി ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ ഉദ്യാനം അടച്ചിടുമെന്നാണ് സൂചന. ഉദ്യാനം അടയ്ക്കുന്നതോടെ സന്ദർശക സോണായ രാജമലയിൽ വിനോദസഞ്ചാരികൾക്കുള്ള പ്രവേശനവും നിരോധിക്കും. കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന കണക്കെടുപ്പിൽ വിവിധ വനമേഖലകളിലായി 827 വരയാടുകളെ കണ്ടെത്തിയിരുന്നു. ഇതിൽ 144 പുതിയതായി പിറന്ന വരയാട്ടിൻ കുട്ടികളായിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ആളും ആരവവും ഒഴിഞ്ഞ ഇടുക്കി ജില്ലയിലെ മൈതാനങ്ങളിൽ വീണ്ടും ആർപ്പുവിളികൾ ഉയരുന്നു. ഇടുക്കിയുടെ ആവേശമായ വോളിബോൾ മത്സരങ്ങൾ വീണ്ടും മൈതാനങ്ങൾ അടക്കി വാഴുകയാണ്. തീപാറുന്ന മത്സരങ്ങളുടെ ആവേശത്തിലാണ് മലയോര ജനത. കുടിയേറ്റ കാലം മുതലേ വൈദ്യുതിയും ദൃശ്യമാധ്യമങ്ങളും ഒന്നുമില്ലാതിരുന്ന ഗ്രാമങ്ങളിലെ ആബാലവൃദ്ധം ജനങ്ങളും തങ്ങളുടെ പ്രധാന വിനോദമാക്കി മാറ്റിയതും നെഞ്ചിലേറ്റിയതും വോളിബോളിനെയാണ്. മലപ്പുറത്ത് കാൽപന്ത് കളി എങ്ങനെയാണോ അതുപോലെ തന്നെ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞതാണ് വോളിബോളും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലുമുറിയെ പണിയെടുത്തതിനു ശേഷം മലയോര മേഖലയിലെ ചെറു മൈതാനങ്ങളിൽ ഒത്തുകൂടുന്ന ഗ്രാമവാസികളായ കർഷകർക്ക് വിനോദത്തിനായി ആകെയുള്ളത് ഈ കളി മാത്രമായിരുന്നു. ചെറിയ മൈതാനങ്ങൾ മതിയെന്നതായിരുന്നു വോളിബോൾ ഇടുക്കിയിൽ വേരോടാൻ പ്രധാന കാരണം. കുടിയേറ്റ കാലം മുതൽ ഇവിടുത്തെ കർഷകർക്ക് ഏറ്റവും അവരുടെ വിനോദത്തിനും കായിക വിനോദത്തിനും എല്ലാമായി നടത്തിപ്പോകുന്ന വോളിബോൾ ടൂർണമെന്റ്. ആ ടൂർണമെന്റ് ഈ തവണ പൂപ്പാറയിൽ നടക്കുമ്പോൾ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഏറ്റുമുട്ടുന്ന ഒന്ന് തമിഴ്നാടിന്റെ ടീമും ഒന്ന് ഹൊസൂർ ടീം, അതായത് കർണാടക ടീം കൂടിയാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. അതിശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്തു നിന്നോ എത്തിച്ച പഴയ പന്തുകൾ തട്ടിയാണ് ഹൈറേഞ്ചുകാർ വോളിബോളിന്റെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത്. പന്ത് പൊട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പിന്നെ ആ ഗ്രാമം മുഴുവനും അക്ഷമരായി കാത്തിരിക്കും. തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്തു നിന്നോ ആരെങ്കിലും പുതിയ പന്തുമായി മല കയറി എത്തുന്നത് വരെ. വാഹനമില്ലാതിരുന്ന കാലത്തും കാൽനടയായി 30-40 കിലോമീറ്റർ വരെ സഞ്ചരിച്ച ടീം അംഗങ്ങൾ പന്ത് കളിക്കാൻ പോയിട്ടുണ്ട്. വിജയവും തോൽവിയുമൊക്കെയായി ജില്ലയിൽ കളി തുടർന്നു. കാലാന്തരത്തിൽ ഗ്രാമഫോണും റേഡിയോയുമെല്ലാം അപ്രത്യക്ഷമായതുപോലെ വോളിബോൾ കളിയും നിലച്ചു. മലയോര മേഖലയിലെ മൈതാനങ്ങൾ ക്രിക്കറ്റിനും ഫുട്ബോളിനും വഴിമാറുകയും ചെയ്തു. ഇപ്പോൾ ഹൈറേഞ്ചിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളാണ് 2 പതിറ്റാണ്ട് കാലത്തിന് ശേഷം വോളിബോളിനെ തട്ടിയുരുട്ടി വീണ്ടും കളിക്കളത്തിലെത്തിച്ചത്. പുതുതലമുറ വോളിബോളിനെ നെഞ്ചിലേറ്റിയപ്പോൾ പഴയ കളിക്കാർ പലരും ഗ്യാലറിയിലിരുന്ന മത്സരങ്ങൾക്ക് ആവേശം പകർന്നു. ആദ്യകാല കളിക്കാർ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും പഴയ തലമുറയോടുള്ള ആദര സൂചകമായാണ് വോളിബോൾ ഹൈറേഞ്ചിന്റെ മൈതാനങ്ങളിൽ സജീവമാകുന്നത്. പഴയ നാട്ടുകാരായ കളിക്കാരല്ല കാണികൾക്ക് ഇന്ന് ആവേശം. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ക്ലബ്ബുകൾ വില കൊടുത്തു കൊണ്ടുവരുന്ന പുതിയ താരങ്ങളാണ്. കനത്ത സമ്മാന തുകയേക്കാൾ ഗ്രാമങ്ങളുടെ ആഹ്ലാദവും ആവേശവുമാണ് ഇവരെ വീണ്ടും വീണ്ടും മല കയറി വോളിബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. തൂക്കുപാലം മേഖലയിൽ മിന്നൽ പ്രളയത്തിൽ വെള്ളം കയറി നാശനഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് കൈത്താങ്ങുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി. വലിയ നഷ്ടമുണ്ടായ മുഴുവൻ വ്യാപാരികൾക്കുമാണ് ധനസഹായം നൽകിയത്. ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ധനസഹായ വിതരണം നടത്തിയത്. 2025 ഒക്ടോബർ 17-നാണ് തൂക്കുപാലത്തും പരിസര പ്രദേശങ്ങളിലും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മിന്നൽ പ്രളയമുണ്ടായത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും ഉണ്ടായി. പ്രളയത്തിൽ നിന്നും കരകയറുവാൻ ആഴ്ചകളോളം വേണ്ടിവന്നു വ്യാപാരികൾക്ക്. വ്യാപാരികളുടെ ദുരിതം കണ്ടറിഞ്ഞ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ധനസഹായം എത്തിക്കുകയുമായിരുന്നു. തൂക്കുപാലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു.
പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് ഹാജി VM സാലി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. വ്യാപാരികളുടെ ഉന്നമനം, വ്യാപാരികളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് വളരെ ഫലപ്രദമായ രീതിയിലാണ് ഈ ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അതിന്റെ പേരിലാണ് നമുക്ക് 11 പേർക്ക് അതിൽ 10 പേർക്ക് 3,50,000 രൂപയുടെ പല രീതിയിലായിട്ട് വിതരണം. ഓരോരുത്തരുടെ നഷ്ടങ്ങൾ കൂട്ടിയാലും നമുക്ക് എല്ലാം കൂടെ കിട്ടിയാൽ ഒരു 20 ലക്ഷം രൂപയിലും കിട്ടിയാലും നമുക്ക് എല്ലാവർക്കും ന്യായമായിട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് മൊത്തം ജില്ലയിൽ കിട്ടിയതിൻ്റെ നല്ലൊരു വിഹിതം തൂക്കാലി യൂണിറ്റിന് വേണ്ടി അനുവദിച്ചെന്ന് ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേകമായിട്ട് തൂക്കാലി യൂണിറ്റിന്റെ നന്ദി അവസരത്തിൽ അറിയിക്കാനായിട്ട് കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ജനറൽ സെക്രട്ടറിയുമായ ശ്രേയസ് ഭദ്രൻ സംഘടനയുടെ പുതിയ സംരംഭമായ വ്യാപാര ഉത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു. പരിപാടി കൊണ്ടെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ കൂടി ഇവിടെ വന്ന് സാധനം വാങ്ങുകയും നമ്മുടെ വ്യാപാരം പുരോഗമിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ആശയം മുൻപിലിച്ചുകൊണ്ടാണ് സംഘടന അത് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ സംഘടന നടപ്പിലാക്കുന്ന പരിപാടി വിജയിപ്പിക്കേണ്ടത് ഓരോ വ്യാപാരിയുടെയും ചുമതലയാണ്. അപ്പം ആരും പിന്നോട്ട് നിൽക്കാതെ എല്ലാവരും ഏറ്റവും ഒരു മാടക്കടയിലാണെങ്കിലും 500 രൂപ കൊടുത്തൊരു ബുക്ക് മേടിക്കാൻ കഴിയില്ലാത്ത ഒരു കച്ചവടക്കാരനില്ല. കച്ചവടക്കാരൻ ഒരിക്കലും ആവശ്യതയുടെ ഭാഗത്തല്ല, നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന സമൂഹമാണ്. പുതിയ ഭാരവാഹികളായ PN ചിന്ത, TK തോമസ്, K സുബൈൻ, മോഡൻ ഹുസൈൻ, സുനിൽ എബ്രഹാം, P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല പോലീസിന്റെ സഹായത്തോടെ ഉടമയെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച അനുഷയ്ക്ക് അഭിനന്ദനങ്ങളുമായി ഇടുക്കി ജില്ലാ പോലീസ്. രാജമുടി സ്വദേശിയായ പുന്നയ്ക്കൽ അമൽ തുഷാര ദമ്പതികളുടെ കുട്ടിയുടെ കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഉടമയ്ക്ക് കൈമാറിയ വിമലഗിരി പുല്ലുമല പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അനുഷയെയാണ് ഇടുക്കി ജില്ലാ പോലീസ് അഭിനന്ദിച്ചത്. സബ് ഇൻസ്പെക്ടർമാരായ KD മണിയൻ, റഷീദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹാജിറ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഫിൻ ജോൺ, ജെയിൻ, രതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മാല കൈമാറിയത്. മാല നഷ്ടപ്പെട്ടു പോയി. അത് വഴികൾക്കടുത്ത് കിട്ടിയിട്ട് സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്ററായി ജോലി ചെയ്യുന്ന അനുഷ താമസിക്കുന്ന ആ സ്വർണ്ണമാല കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസുകാരേക്ക് പോലീസിൽ എത്തിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്, പുതിയ തലമുറയ്ക്കുമൊക്കെ മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട അനുഷയുടെ. തീർച്ചയായിട്ടും അനുഷയുടെ സത്യസന്ധതയ്ക്ക് പൊതുസമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശത്തിന് മുരിക്കാശ്ശേരി പോലീസിൻ്റെ എല്ലാവിധ സ്നേഹാദരവും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,675 രൂപ, പവന് 1,01,400 രൂപ, വെള്ളി ഗ്രാമിന് 283 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85 നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 8-ന് കൺവെൻഷൻ വിളിച്ചു ചേർക്കും. സാമൂഹ്യവിരുദ്ധരെ കൊണ്ട് ജീവിതം വഴിമുട്ടി ഓട്ടോ തൊഴിലാളിയും കുടുംബവും. രാജാക്കാട് കൊച്ചുമുല്ലക്കാനത്ത് ചൂഴിക്കരയിൽ രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 10-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി പാർക്കിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. വനം വകുപ്പും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തി. പുലർച്ചെ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.